പക്ഷേ അത് ഈ സമുദായത്തിന്റെ പേരിലാകുമ്പോ വലിയ പ്രശ്നമാണ്. ഈ സമുദായത്തിന്റെ പേരിലാകുമ്പോ ഒരുപാട് ആളുകൾ അത് ശ്രദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കടമകളുണ്ട്. ഇസ്ലാമികമായ വേദിയിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർക്ക് കടമകളുണ്ട്. അവരുടെ ജീവിതം ശുദ്ധമായിരിക്കണം. മറ്റുള്ളവരെ പോലെയല്ല പണ്ഡിതന്മാർ. അവരുടെ പ്രവർത്തനങ്ങളെ ജനങ്ങൾ ഉറ്റുനോക്കുകയാണ്. അവരിൽ സംഭവിക്കുന്നത് ആളുകൾ കാണുകയാണ്. ഒരു വേള അവർ ചെയ്യുന്നതൊക്കെ ശരിയായിരിക്കുമെന്ന് ധരിക്കുകയാണ്. മുസ്ലിം സംഘടനകളുടെയും സമുദായങ്ങളുടെയും നേതാക്കന്മാർക്കുമുണ്ട് ഉത്തരവാദിത്തം. നേതൃത്വത്തിലിരിക്കുന്നവർ, നേതാക്കന്മാർ അവരുടെ ജീവിതം, പരസ്യ ജീവിതവും രഹസ്യ ജീവിതവുമൊക്കെ ശുദ്ധിയാക്കേണ്ടതുണ്ട്. കാരണം അവരേതൊരു നേതൃത്വത്തിലാണോ ഇരിക്കുന്നതെങ്കിൽ ആ ആളുകൾക്ക് അവരിലുണ്ടാകുന്ന നിസ്സാരമായ പ്രശ്നങ്ങൾ പോലും അവർ പ്രതിനിധീകരിക്കുന്ന ഇസ്ലാമികമായ ആശയങ്ങൾക്ക് നേരെയുള്ള കൂരമ്പുകളായിട്ടാണ് പലരും അത് പരിഗണിക്കുക. പലരും അങ്ങനെയാണതിനെ കാണുക. ഇസ്ലാമികമായ പേരുള്ള സ്കൂളുകൾക്ക് കടമകളുണ്ട്. ഇസ്ലാഹി പേരുള്ള സ്കൂളുകൾക്ക് കടമകളുണ്ട്. ഇസ്ലാഹി പേരുള്ള സ്ഥാപനങ്ങൾക്ക് കടമകളുണ്ട്. എന്താണ് ഈ ഇസ്ലാമികമായ രൂപത്തിൽ? അനിസ്ലാമികമായ കാര്യങ്ങൾക്കൊരിക്കലും അത്തരം സ്ഥാപനങ്ങൾ വേദിയാകാൻ പാടില്ല. അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ അനിസ്ലാമികമായ കാര്യങ്ങൾ നടക്കാൻ പാടില്ല. സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഏതൊരു കാര്യത്തെയാണോ ജനങ്ങൾ വിലയിരുത്തുന്നത്, ആ വിലയിരുത്തുന്ന കാര്യത്തെ അവരൊരു സമൂഹത്തിന്റെ മുഴുവൻ പാതകമായിട്ടാണ് വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന ചാപല്യങ്ങളെ പോലും വിധിയെഴുതുകയും അതിന്റെ പേരിൽ ഒന്നാകെ ക്രൂശിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാമികമായി ചില ആളുകളൊക്കെ അതിനെ ന്യായീകരിക്കുന്നു. ചിലരൊക്കെ പറയുന്നു, കോഴിക്കോട് ഒരു വലിയ സംഗീത പരിപാടി നടന്നത് ഒരു വലിയ ആവേശമായി കൊണ്ട് ആളുകൾ എടുത്തു പറയുന്നു. ആ പരിപാടിയിൽ പങ്കെടുത്ത് വലിയ ആവേശത്തോടുകൂടി വേദി പങ്കിട്ട ഒരു മുസ്ലിം മുൻ മന്ത്രി, ഒരു മുസ്ലിം മുൻ MLA, അദ്ദേഹം വളരെ 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 വികാരത്തോടുകൂടിയാണ് ആ പരിപാടിയെ റിപ്പോർട്ട് ചെയ്തത്. സങ്കടം തോന്നുന്നു. ആരെയും വേദനിപ്പിക്കാൻ പറയുന്നതല്ല, ചിന്തിക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. ഗൗരവം ഉൾക്കൊള്ളാതെ പറഞ്ഞു പോകുന്നതാവാം പലരും. ഇത്രത്തോളം ചിന്തിച്ചിട്ട് പറയുന്നതാവില്ല. പരിപാടിക്ക് വേണ്ടി അദ്ദേഹം പോയിരിക്കുകയാണത്രേ ഗാലറിയിൽ, മുൻനിരയിൽ. ആവേശത്തോടുകൂടി കാത്തിരിക്കുമ്പോൾ വാനലോകത്തേക്ക് നോക്കുമ്പോ അവിടെ ഇങ്ങനെ കാർമേഘങ്ങൾ കൂടി നിൽക്കുന്നു. കാർമേഘങ്ങൾ കൂടി കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭയം ഇരട്ടിയായി. ഇത്ര വലിയ സംവിധാനത്തോടുകൂടി ഒരുക്കുന്ന ഈ ഒരു പരിപാടി മഴ പെയ്തുകൊണ്ട് മുടങ്ങിപ്പോകുമോ എന്ന ഭയം അദ്ദേഹത്തെ വല്ലാതെ പിടികൂടി. അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. സ്റ്റേജിൽ തിമർത്താടി, നടക്കേണ്ടത് മുഴുവൻ നടന്നു. മണിക്കൂറുകൾ പോയതറിഞ്ഞില്ല. ഗായികമാര് പാടി, ഗായകന്മാര് പാടി, ഗാലറി മുഴുവൻ ഇളകി മറിഞ്ഞു. എല്ലാവരും അതിൽ മതിമറന്നാറാടി. നടക്കേണ്ടതെല്ലാം നടന്നു. സന്തോഷകരമായി ജയ്ഹോ വിളികളുമായി ആളുകളൊക്കെ പിരിഞ്ഞു പോകുമ്പോ ഈ നേതാവും പിരിഞ്ഞു പോവുകയാണ്. പിരിഞ്ഞു പോകുമ്പോൾ അദ്ദേഹം മാനത്തേക്കൊന്ന് നോക്കി പോലും. കാർമേഘങ്ങളും പതുക്കെ പിരിഞ്ഞു പോവുകയാണത്രേ. അദ്ദേഹത്തെ ഇതുവരെ പേടിപ്പിച്ച കാർമേഘങ്ങളെ നോക്കി അദ്ദേഹം പറഞ്ഞു അത്രേ, ഓ കള്ള ബടുക്കൂസുകളെ, നിങ്ങളും പാട്ട് കേൾക്കാൻ വന്നതായിരുന്നു അല്ലേ? സഹോദരന്മാരെ, തമാശയായി കാണേണ്ട വാചകങ്ങളല്ല, ഗൗരവത്തോടുകൂടി സമുദായം കാണേണ്ട വാചകങ്ങളാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമുദായത്തിന് ഇസ്സത്ത് നൽകുന്നത് വീര്യമുള്ള നേതാക്കളിലൂടെയാണ്, ഈമാനുള്ള ആളുകളിലൂടെയാണ്. നമ്മൾ മനസ്സിലാക്കണം. സങ്കടം തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമികമായുള്ള ഈ ഒരു മാനസികമായ വേദനയിൽ പങ്കാളികളാകാത്ത ഒരു മുസ്ലിമും ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അതിന്റെ ലക്ഷ്യം നല്ലതല്ലേ എന്നതായിരിക്കാം ചില ആളുകൾക്ക് പറയാനുള്ളത്. എയ്ഡ്സ് ബാധിതരായ കുട്ടികളുടെ പുനരധിവാസത്തിന് വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നും അതിൽ വലിയ വിജയമാണ് കണ്ടതെന്നും ഇതിന് വലിയ പ്രസിദ്ധി ഉണ്ടായി എന്നും
ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതുകൊണ്ട് ഇനി വേണമെങ്കിൽ മൈക്കിൾ ജാക്സന്റെ വരെ പരിപാടി സംഘടിപ്പിക്കാമെന്ന ആവേശം എനിക്ക് കിട്ടിയിരിക്കുന്നു എന്നാണ് മുസ്ലിം സമുദായത്തെ രാജ്യസഭയിൽ പ്രതിനിധീകരിക്കുന്ന ബഹുമാന്യനായ ഒരു സുഹൃത്ത് പറഞ്ഞതെങ്കിൽ, ഈ സമുദായത്തിന്റെ നേതൃത്വത്തിന്റെ ആളുകൾക്ക്, അതുപോലെ തന്നെ അതിന്റെ മുന്നണി പോരാളികളായി അറിയപ്പെടുന്ന ആളുകൾക്ക് ഒരുപാട് ശിക്ഷണങ്ങളും ഒരുപാട് മതപരമായ നിർദ്ദേശങ്ങളും ഒരുപാട് ബോധവൽക്കരണങ്ങളും ഇനിയും കിട്ടേണ്ടതുണ്ട് എന്ന ഏറ്റവും വലിയ ഒരു സത്യത്തിലേക്കാണ് സഹോദരങ്ങളെ ഇനി നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. എയ്ഡ്സ് ബാധിച്ച കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ ഈ കോടികൾ മുടക്കിയിട്ട് ഈ പരിപാടി നടത്തിയിട്ട് വലിയ വിഭവസമാഹരണം സംഘടിപ്പിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ അത് ന്യായീകരണമാകുമോ സഹോദര? ചിന്തിച്ചു നോക്കൂ. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല. എന്നെപ്പോലെ നീറുന്ന ഒരുപാട് ഹൃദയങ്ങൾ ഉണ്ടാകും ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളിലും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാണ് ഈ ഉള്ളവൻ. ഇതാരെയും കുറ്റപ്പെടുത്തുവാനോ ആർക്കെങ്കിലും എതിരെയുള്ള ഒരു ആരോപണം പറയാനോ അല്ല. എല്ലാവരോടും വളരെ ഗുണകാംക്ഷയോടുകൂടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരാൾ രാത്രിയിൽ മുഴുവൻ മോഷണം നടത്താൻ നടക്കുകയാണെന്ന് വിചാരിക്കുക. അയാൾ സർവ്വ കടകളും കയറി കൊള്ളയടിക്കുന്നു, സർവ്വ പറമ്പുകളിലും പോയി തേങ്ങയിടുന്നു, ജ്വല്ലറികൾ കൊള്ളയടിക്കുന്നു, പല സ്ഥലങ്ങളും കൊള്ളയടിക്കുന്നു. ഒരു മോഷണ വിദഗ്ധ സംഘം. ആ സംഘം രാത്രി ഇരുളിന്റെ മറവിൽ വലിയ രൂപത്തിലുള്ള കൊള്ളകളും ആ രൂപത്തിലുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നു. അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനീ പണി ചെയ്തു? നിങ്ങൾ എന്തിനീ പണി ചെയ്തു? അയാൾ തിരിഞ്ഞു നിന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. ഹേ, നിങ്ങൾക്കെന്ത് സംഭവിച്ചു? ഞങ്ങൾ ഈ കഷ്ടപ്പെട്ട് ജ്വല്ലറി കൊള്ളയടിച്ചത്, ഞങ്ങൾ ഈ കഷ്ടപ്പെട്ട് തെങ്ങിൽ കയറി തേങ്ങയിട്ടത്, ഞങ്ങൾ കഷ്ടപ്പെട്ട് രാജ്യത്തിന്റെ പല രൂപത്തിലും മോഷണം നടത്തിയത്, ഇവിടെ ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ലാത്ത പട്ടിണി പാവങ്ങളുണ്ട് തെരുവിൽ, അവർക്ക് അന്നം നൽകാനാണ്. കുടിലില്ലാത്ത ഒരുപാട് പാവങ്ങളുണ്ട് കടത്തിണ്ണകളിൽ അന്തിയുറങ്ങുന്നവർക്ക്. തല ചായ്ക്കാൻ ഒരു ഇടം നൽകുമെന്ന നിലയ്ക്ക് ഒരു കൊച്ചു കൂര വെച്ചു കൊടുക്കാനാണ്. ഈ സമുദായത്തിലെ ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട്, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണ് എന്നാരെങ്കിലും എന്നോടോ നിങ്ങളോടോ പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും പ്രതികരണം എന്തായിരിക്കും? ഒരു മുസ്ലിമിനെ ഉൾക്കൊള്ളാൻ കഴിയുമോ? ഒരു മുസ്ലിമിനെ ഉൾക്കൊള്ളാൻ കഴിയുമോ സഹോദരന്മാരെ? ഒരു സ്ഥലത്ത് ഒരു ബിൽഡിംഗിൽ വേശ്യാലയം പ്രവർത്തിക്കുകയാണ്. ധാരാളക്കണക്കിന് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വേശ്യകളെ കൊണ്ട് നിറച്ചിരിക്കുന്ന ഓരോ റൂമുകളും. അതിന്റെ നടത്തിപ്പുകാർ പറയുകയാണെന്ന് സങ്കല്പിക്കുക, ഞങ്ങൾ ഈ പണി ചെയ്യുന്നത് ഇവിടെ ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട്, അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കാനുള്ള വിഭവം സമാഹരിക്കാനാണ്, അതിനുവേണ്ട ഫണ്ട് സ്വരൂപിക്കാനാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മുസ്ലിം മനസ്സാക്ഷിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമോ സഹോദര? കഴിയില്ല. ഇസ്ലാം എന്ന് പറയുന്നത് ലക്ഷ്യം മാത്രം പരിശുദ്ധമായാൽ പോരാ, മാർഗവും പരിശുദ്ധമായിരിക്കണം. ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നു എന്നത് മാർക്സിയൻ സിദ്ധാന്തമാണ്, ഇസ്ലാമിന് അന്യമായ സിദ്ധാന്തമാണത്.